നമസ്കാരം. പവർ പ്ലേയിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, തൃശൂർ ജില്ലയിലെ കുന്നംകുളം എന്നീ മണ്ഡലങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യം തിരുവമ്പാടിയിൽ നിന്ന് ജയേഷ് രാഘവന്റെ റിപ്പോർട്ടിലേക്കാണ്. ലീഗ് സ്ഥാനാർത്ഥിക്കെതിരായ താമരശ്ശേരി രൂപതയുടെ എതിർപ്പോടെ ഇത്തവണ ആദ്യം തന്നെ ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലമാണ് തിരുവമ്പാടി. ഈ മണ്ഡലത്തിലെ കഴിഞ്ഞ തവണത്തെ പോരാട്ട ചിത്രമെന്ത്? ഇത്തവണ എങ്ങനെയാകും പോരാട്ടം കനക്കുക? കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ആദ്യ മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി. 1991 മുതൽ UDFിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ് തിരുവമ്പാടിയിൽ മത്സരിക്കുന്നത്. ഇത്തവണ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് സീറ്റ് നൽകരുതെന്ന താമരശ്ശേരി രൂപതയുടെ ആവശ്യമാണ് തിരുവമ്പാടിയെ വാർത്തകളിൽ ഇടം പിടിപ്പിച്ചത്. 1997 രൂപീകൃതമായ തിരുവമ്പാടി മണ്ഡലത്തിൽ അന്നു മുതൽ 1987 വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് UDFിന് വേണ്ടി മത്സരിച്ചത്. 1991 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് കോൺഗ്രസ് സീറ്റ് കൈമാറി. ലീഗ് നേതാവ് AV അബ്ദുറഹിമാൻ ഹാജിയായിരുന്നു സ്ഥാനാർത്ഥി. ആ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടിയിൽ ആദ്യമായി ലീഗ് പതാക പറന്നു. 1996 AV അബ്ദുറഹിമാൻ ഹാജി തിരുവമ്പാടിയെ മുസ്ലിം ലീഗിനൊപ്പം കൂട്ടി. 2001 മുസ്ലിം ലീഗിലെ C മോയിൻകുട്ടിക്കായിരുന്നു തിരുവമ്പാടിയെ UDF അക്കൗണ്ടിൽ ചേർക്കാനുള്ള നിയോഗം. 2006 തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളത്തിലെ വലിയ അട്ടിമറികളിലൊന്നിന് തിരുവമ്പാടി സാക്ഷ്യം വഹിച്ചു. CPM നേതാവ് മത്തായി ചാക്കോ ആദ്യമായി അന്ന് തിരുവമ്പാടിയെ ചുവപ്പണിയിച്ചു. അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPM നേതാവ് ജോർജൻ തോമസ് തിരുവമ്പാടിയെ ഒരിക്കൽ കൂടി ഇടതിനൊപ്പമാക്കി. കോൺഗ്രസിലെ പിളർപ്പിനെ തുടർന്ന് K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗത്തിന്റെ പിന്തുണ ആ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കായിരുന്നിട്ട് പോലും 249 വോട്ടുകൾക്കാണ് അന്ന് ജോർജൻ തോമസ് വിജയിച്ചത്. നമുക്ക് തിരുവമ്പാടി മണ്ഡലത്തിലെ വോട്ട് കണക്കുകളും പൊതുസ്ഥിതിയും ഒന്ന് പരിശോധിച്ചു വരാം. തിരുവമ്പാടി മണ്ഡലം എന്നത് നമുക്കറിയാം മുക്കം നഗരസഭയും കൊടിയത്തൂർ, തിരുവമ്പാടി, കാരശ്ശേരി, കൂടരഞ്ഞി, കോടഞ്ചേരി, പുതുപ്പാടി എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ്. ഇതിൽ LDF ഭരിക്കുന്നത് മുക്കം നഗരസഭ, കാരശ്ശേരി, തിരുവമ്പാടി, കൊടിയത്തൂർ എന്നീ പഞ്ചായത്തുകളുമാണ്. UDFിന്റെ കൈവശമാണ് കോടഞ്ചേരി, കൂടരഞ്ഞി, പുതുപ്പാടി എന്നീ പഞ്ചായത്തുകളുടെ ഭരണമുള്ളത്. ആകെ തിരുവമ്പാടിയിൽ ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,64,170 വോട്ടർമാരുണ്ട്. ഇതിൽ 81,013 പേർ പുരുഷന്മാരും 83,187 സ്ത്രീകളുമാണ് വോട്ടർമാരായുള്ളത്. 18,724 പുതിയ വോട്ടർമാരുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്യുന്ന 18,724 വോട്ടർമാർ ഈ മണ്ഡലത്തിലുണ്ട്. നമുക്ക് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയുണ്ട്. ശ്രീ C മോയിൻകുട്ടി UDFിന് വേണ്ടി മത്സരിച്ചു. ശ്രീ ജോർജൻ തോമസ് LDFിന് വേണ്ടി മത്സരിച്ചു. ജോസ് കപ്പാട്ടുമലയായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. ഇതിൽ C മോയിൻകുട്ടി വിജയിച്ചത് 3,833 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. അദ്ദേഹം 56,386 വോട്ട് ഈ മണ്ഡലത്തിൽ ആകെ നേടി. ഇനി നമുക്ക് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ MI ഷാനവാസാണ് UDFിന് വേണ്ടി മത്സരിച്ചത്. ശ്രീ സത്യൻ മൊകേരി LDF സ്ഥാനാർത്ഥി, PR രശ്മിൽ നാഥ് BJP സ്ഥാനാർത്ഥിയുമായിരുന്നു. ഇതിൽ MI ഷാനവാസ് തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 49,349 വോട്ട് ആകെ നേടിയിരുന്നു. ഇനി നമുക്ക് UDFിൻ്റെ വോട്ട് നിലയിൽ വന്ന വ്യത്യാസമാണ് പരിശോധിക്കാനുള്ളത്. UDFിൻ്റെ വോട്ട് നിലയിൽ വന്ന വ്യത്യാസം ഇങ്ങനെയാണ്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 55,625 വോട്ടാണ് തിരുവമ്പാടിയിൽ UDF നേടിയിരുന്നത്. ഇത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ 56,386 എന്ന നിലയിൽ നേരിയ തോതിലൊന്ന് ഉയർന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോഴേക്ക് അത് താഴേക്ക് വരികയാണ് ഉണ്ടായത്. 49,349 വോട്ടുകളാണ് ആകെ UDF നേടിയത്. ഇനി നമുക്ക് LDFിൻ്റെ കാര്യം പരിശോധിക്കാം. LDF 2006 61,104 വോട്ടുണ്ടായിരുന്ന LDFിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ 52,553 എന്ന നിലയിലേക്ക് കുറഞ്ഞു വരികയാണ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ പിന്നെയും വോട്ട് കുറഞ്ഞു. 46,964 വോട്ടുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ മണ്ഡലത്തിൽ LDF ആകെ നേടിയത്. BJPയുടെ അവസ്ഥ ഇങ്ങനെയാണ്. BJP ശരാശരി 5,000 വോട്ടുകൾ ആണ് അവർക്കാകെയുള്ളത്. 2006 അത് 4,400 ആയിരുന്നു. 2011 3,894 കുറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ 6,153 എന്ന നിലയിൽ നേരിയ തോതിൽ ഉയർന്നു. നിലവിൽ നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രം ഇങ്ങനെയാണ്. സ്ഥാനാർത്ഥികൾ ഇവരാണ്. ജോർജൻ തോമസ് LDFിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നു. ശ്രീ VM ഉമ്മർ മാസ്റ്റർ UDF സ്ഥാനാർത്ഥിയാണ്. ഗിരി പാമ്പനാലാണ് NDAയുടെ സ്ഥാനാർത്ഥി.
തിരുവമ്പാടി പോലും ചുവന്നുവെന്ന ഇടത് പ്രചരണങ്ങൾക്ക് നടുവിലായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗിലെ സി മോയിൻകുട്ടി 3883 വോട്ടുകൾക്ക് തിരുവമ്പാടിയിൽ വിജയിക്കുമ്പോൾ നഷ്ടപ്പെട്ട കോട്ട തിരിച്ചുപിടിച്ചതിൻ്റെ ആവേശമായിരുന്നു UDF ക്യാമ്പിൽ. ഇത്തവണ സി മോയിൻകുട്ടി മത്സരരംഗത്തില്ല. ഇടതുമുന്നണിക്ക് വേണ്ടി കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി ജോർജൻ തോമസ് തന്നെയാണ് കളത്തിൽ. NDAക്ക് വേണ്ടി BDJ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. വെൽഫെയർ പാർട്ടി, അതുപോലെ തന്നെ കോൺഗ്രസിലെ വിമതന്മാർ തുടങ്ങിയവർ ഇത്തവണ മത്സരരംഗത്തുണ്ട്. ഓരോ വോട്ടും നിർണായകമാകുകയാണ് തിരുവമ്പാടിയിൽ ഇത്തവണ. അത്രയ്ക്ക് ആവേശമാണ് തിരുവമ്പാടിയിലെ പ്രചരണ രംഗത്ത്. കർഷക താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സ്ഥാനാർത്ഥി വേണമെന്നാണ് താമരശ്ശേരി രൂപത ആവശ്യപ്പെട്ടത്. ഈ ആവശ്യത്തിലൂടെ രൂപതയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ കോൺഗ്രസ് നേതൃത്വത്തോട് പറയാതെ പറഞ്ഞത് മുസ്ലിം ലീഗിന് ഇത്തവണ സീറ്റ് നൽകരുതെന്നാണ്. എന്നാൽ രൂപതയുടെ എതിർപ്പ് വകവയ്ക്കാതെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയുമായി തന്നെ തിരുവമ്പാടിയിൽ മുന്നോട്ടു പോയി. ഇക്കാര്യത്തിൽ UDFിനോടുള്ള രൂപതയുടെ നീരസം മുതലാക്കാൻ എല്ലാ ശ്രമങ്ങളും തിരുവമ്പാടിയിൽ CPM നടത്തുന്നു. മുൻകാലങ്ങളിൽ UDFിന് കലവറയില്ലാത്ത രാഷ്ട്രീയ പിന്തുണ നൽകിയ താമരശ്ശേരി രൂപതയുടെ നിലപാട് ഇത്തവണ തിരുവമ്പാടിയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ മാറ്റമുണ്ടാക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരുവമ്പാടിയെ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലമാക്കി ഇത്തവണ മാറ്റുന്നതും. കൊടുവള്ളി MLAയും ലീഗ് നേതാവുമായ V ഉമ്മറാണ് UDFിന് വേണ്ടി തിരുവമ്പാടിയിൽ കളത്തിലുള്ളത്. മുൻ തിരുവമ്പാടി MLAയും CPM നേതാവുമായ ജോർജൻ തോമസിനെയാണ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണി നിയോഗിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ സുപരിചിതരാണ് ഇരുവരും. സാമുദായികമായി തിരുവമ്പാടിയെ വിഭജിച്ചാൽ ഹൈന്ദവ വിഭാഗത്തിനാണ് മുൻതൂക്കം. രണ്ടാം സ്ഥാനത്ത് മുസ്ലിം സമുദായമാണ്. ഇവർക്ക് പിറകിലാണ് മണ്ഡലത്തിലെ ക്രിസ്ത്യൻ സമുദായ പ്രാതിനിധ്യം. താമരശ്ശേരി രൂപത അക്കൗണ്ടിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുകൾ പെട്ടിയിലാക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുമ്പോൾ രൂപത രാഷ്ട്രീയം മുൻനിർത്തി മുസ്ലിം വോട്ടർമാർക്കിടയിൽ തങ്ങൾക്ക് അനുകൂലമായ ധ്രുവീകരണമുണ്ടാക്കാനാണ് UDF ശ്രമം. പുതുപ്പാടി, കോടഞ്ചേരി, കൂടരഞ്ഞി പഞ്ചായത്തുകൾ ക്രിസ്ത്യൻ സ്വാധീന മേഖലകളാണ്. തിരുവമ്പാടിയിലും ക്രിസ്ത്യൻ സമൂഹത്തിന് നല്ല സ്വാധീനമുണ്ട്. രൂപത രാഷ്ട്രീയം ഇവിടങ്ങളിൽ തങ്ങൾക്കനുകൂലമായി മാറുമെന്ന് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു. മുസ്ലിം സ്വാധീന മേഖലകളായ കാരശ്ശേരി, കൊടിയത്തൂർ, മുക്കം എന്നിവിടങ്ങളിൽ ആ ക്ഷീണം തീർക്കാമെന്നാണ് UDFിന്റെ കണക്ക്. സാമുദായിക ധ്രുവീകരണ ശ്രമങ്ങൾ നടത്തുമ്പോൾ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവമായി പ്രചരണ രംഗത്ത് നിലനിർത്താൻ ഇരു മുന്നണികളും ഈ മലയോര മണ്ഡലത്തിൽ ശ്രമിക്കുന്നുണ്ട്. മലയോര വികസന സംരക്ഷണ സമിതി എന്ന പേരിലൊരു സമിതി ഉണ്ടായിരുന്നു. അത് പ്രധാനമായും ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരായിട്ടുള്ള ബഹുജന മുന്നേറ്റത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടി രൂപപ്പെട്ടതാണ്. പിന്നീട് അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് പതുക്കെ നിശബ്ദമാവുകയും പുതിയ ഈ സമിതി രൂപപ്പെടുകയാണ് ഉണ്ടായത്. ഈ പുതിയ സമിതി ഗാഡ്ഗിൽ കസ്തൂരി റിപ്പോർട്ട് മാത്രമല്ല, മറ്റുള്ള കാർഷിക പ്രശ്നങ്ങൾ കൂടി കൈകാര്യം ചെയ്തു പോകേണ്ടതുണ്ട്. കൃഷിക്കാരുടെ ക്ഷേമവും ഐശ്വര്യവും, പ്രത്യേകിച്ച് കുടിയേറ്റക്കാരുടെ ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്താനുള്ള ഒരു 10-13ഓളം അജണ്ടയുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. മലയോര വികസന സമിതി എന്ന് പറഞ്ഞ സംഘടന നിലവിലുണ്ട്. തുടക്കത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് വസ്തുതകളൊക്കെ മനസ്സിലാക്കി പഠിച്ച് അതൊക്കെ രമ്യതയിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രമം നടത്തി. അത് പൂർണ്ണമായും രമ്യതയിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള സ്ഥാനാർത്ഥി മലയോര കർഷക വികസന സമിതിയാണ്. അദ്ദേഹം ഈ നിയോജക മണ്ഡലവുമായി ഒരു ബന്ധമുള്ള ആളല്ല. അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിലമ്പൂരിലോ മറ്റോ താമസിക്കുന്ന ഒരു കക്ഷിയാണ്. SNDPക്ക് നല്ല വേരോട്ടമുള്ള മണ്ണാണ് തിരുവമ്പാടി. എന്നാൽ രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചതിനോട് പ്രാദേശിക SNDP നേതാക്കൾക്ക് എതിർപ്പുണ്ടെന്ന് തന്നെയാണ് തിരുവമ്പാടിയിൽ നിന്നും ലഭിക്കുന്ന ചിത്രം. താമരശ്ശേരി രൂപതയുടെ പിന്തുണയോടെയാണ് തങ്ങളുടെ മത്സരമെന്നാണ് മലയോര വികസന കർഷക മുന്നണിയുടെ വാദം. മത്സരം അവസാന ഘട്ടത്തിൽ ഇടത് വലത് മുന്നണികളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ മലയോര വികസന കർഷക മുന്നണിയുടെ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാകുമെന്നാണ് ഇടത് വിശ്വാസം. ഇത് അംഗീകരിക്കുന്ന UDF ക്രിസ്ത്യൻ സമുദായത്തിലെ വോട്ടർമാർക്കിടയിൽ ഇടതുവിരുദ്ധതയുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനവർ പ്രയോഗിക്കുന്നത് താമരശ്ശേരി രൂപതയുടെ മുൻ അധ്യക്ഷനായിരുന്ന മാർ ജോസഫ് ചിറ്റിലപ്പള്ളിക്കെതിരായ CPM നേതാവ് പിണറായി വിജയന്റെ നികൃഷ്ടജീവി പ്രയോഗമാണ്. സാമുദായികമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമുദായത്തെ തള്ളിപ്പറയാൻ ശ്രമിച്ചിട്ടുള്ളത് CPM ആണ്. അപ്പോൾ CPMന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തിരുവമ്പാടിയിൽ വെച്ചിട്ടാണ് താമരശ്ശേരി രൂപതയുടെ അധ്യക്ഷനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചിട്ടുള്ളത്. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലാണ്ട് ഫീൽ ചെയ്തിട്ടൊരു കാര്യമാണ്. മാത്രമല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവാചകനായ മുഹമ്മദ് നബി അവർ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ മുഹമ്മദ് നബിയുടെ ഒരു തിരുശേഷിപ്പിനെ സംബന്ധിച്ച് പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? ബോഡി വേസ്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പം എല്ലാ സമുദായങ്ങളെയും അപമാനിക്കുന്ന രീതിയിൽ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വെച്ചു ഉറപ്പിക്കില്ല. അതേസമയം ആവനാഴിയിൽ ആയുധമില്ലാത്ത UDF കാലഹരണപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്നുവെന്നാണ് ഇതിനുള്ള ഇടത് മറുപടി. ഈ കാലഹരണപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ. പിണറായി
അങ്ങനെ ഒരു പരാമർശം നടത്തി എന്നത് ശരി തന്നെ. പക്ഷേ അക്കാര്യം ബഹുമാനപ്പെട്ട ബിഷപ്പ് പോൾ ചിറ്റലപ്പള്ളി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തി, എനിക്കതിലൊരു പരിഭവമില്ല, ഞാൻ പിണറായിയോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാഭാവികമായിട്ട് ആ പ്രശ്നം നോൺ ഇഷ്യൂ ആണ്. അവരത് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതൊന്ന് ക്ലച്ച് പിടിക്കുക. പ്രചരണ വിഷയങ്ങൾ അനുദിനം മാറുകയാണ് തിരുവമ്പാടിയിൽ. തിരുവമ്പാടി രാഷ്ട്രീയ കേരളത്തിന്റെ ചൂണ്ടുപലകയാണ് ഇത്തവണ. അതുകൊണ്ട് തന്നെ തിരുവമ്പാടിയിലെ ഓരോ ചലനവും ഇരു മുന്നണികളുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട്. ഓരോ വോട്ടും നിർണായകമെന്ന പല്ലവി ഇത്തവണ ഏറെ അനുയോജ്യമാകുന്ന സംസ്ഥാനത്തെ മണ്ഡലങ്ങളിലൊന്നാവുകയാണ് കോഴിക്കോട് ജില്ലയിലെ ഈ മലയോര മേഖല. മത്തായി ചാക്കോയുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ് തിരുവമ്പാടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പുകളിലൊന്നായിരുന്നു. ആ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തവണ തിരുവമ്പാടിയിലെ പ്രചരണ പ്രവർത്തനങ്ങൾ. തിരുവമ്പാടിയുടെ മനസ്സ് ഇത്തവണ എങ്ങോട്ടെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കാത്ത തീപാറുന്ന പോരാട്ടമാണ് തിരുവമ്പാടിയിൽ. രാഷ്ട്രീയമായും സാമുദായികവുമായുള്ള ഘടകങ്ങളാൽ സംസ്ഥാനത്ത് തന്നെ സവിശേഷതയാർന്ന മണ്ഡലമാണ് തിരുവമ്പാടി. ഇരു മുന്നണികൾക്കും അവരവരുടേതായ കാരണങ്ങൾ കൊണ്ട് വിജയപ്രതീക്ഷയുള്ള ഇടവുമാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കുന്നംകുളം മണ്ഡലം പരിശോധിക്കാം. വെറും 481 വോട്ട് കുറഞ്ഞാണ് കഴിഞ്ഞ തവണ കുന്നംകുളത്ത് CP ജോൺ തോറ്റുപോയത്. ഇത്തവണ അതിന് പകരം വീട്ടാനുള്ള മത്സരമാണ് ജോണിന് കുന്നംകുളത്ത്. 2006 തെരഞ്ഞെടുപ്പിൽ 21,785 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ ഇടത്താണ് ബാബു എം പാലുശ്ശേരിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 481 കുറഞ്ഞത്. കുന്നംകുളത്ത് വോട്ട് വീണ വഴികൾ ശ്യാം കൃഷ്ണൻ പരിശോധിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 തവണ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന മണ്ഡലമാണ് കുന്നംകുളം. എന്നാൽ ഇരുമുന്നണികളിലെയും പ്രബലരെ തോൽപ്പിച്ച ചരിത്രവും കുന്നംകുളത്തിനുണ്ട്. AK ആന്റണി ഇടതുപക്ഷത്തോടൊപ്പം നിന്ന കാലത്ത് KP വിശ്വനാഥൻ ആ പക്ഷത്തെ സ്ഥാനാർത്ഥിയായി കുന്നംകുളത്ത് എത്തിയപ്പോൾ KP വിശ്വനാഥനെ വിജയിപ്പിച്ച കുന്നംകുളത്തുകാർ 1982 UDF സ്ഥാനാർത്ഥിയായി ഇതേ മണ്ഡലത്തിലേക്ക് എത്തിയ KP വിശ്വനാഥനെ തോൽപ്പിച്ചു. ഇങ്ങനെ പ്രവചനാതീതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും കുന്നംകുളം പലപ്പോഴും സൃഷ്ടിച്ചിട്ടുണ്ട്. ആർക്കും തങ്ങളുടെ കുത്തകയാണ് കുന്നംകുളമെന്ന് വാദിക്കാനുള്ള അവസരം ഇവിടുത്തുകാർ നൽകിയിട്ടില്ല. വലിയ ഭൂരിപക്ഷത്തിൽ 2 തവണ വിജയിച്ചവർ 3-ാം ഊഴത്തിൽ വീഴ്ചയുടെ വേദന അറിഞ്ഞിട്ടുണ്ട്. ഈ ചരിത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. CPMന്റെ പ്രമുഖനായ നേതാവ് TK കൃഷ്ണനെ തുടർച്ചയായി 3 തവണ വിജയിപ്പിച്ച കുന്നംകുളത്തുകാർ 1960-ലും 77-ലും അദ്ദേഹത്തെ തോൽപ്പിച്ചു. 1970-ൽ UDFിലെ KP വിശ്വനാഥനും കുന്നംകുളത്ത് തോൽവിയറിഞ്ഞു. പക്ഷേ 1977-ലും 80-ലും വിശ്വനാഥൻ വിജയിച്ചു. 1982-ലും 87-ലും വിജയിച്ച ഇടതുപക്ഷത്തിന്റെ KP അരവിന്ദാക്ഷൻ 1991-ൽ UDFിലെ TV ചന്ദ്രമോഹനോട് പരാജയപ്പെട്ടു. 1996-ൽ ചന്ദ്രമോഹനെ CPMലെ NR ബാലൻ പരാജയപ്പെടുത്തി. 2006-ൽ CPMലെ ബാബു എം പാലുശ്ശേരി കന്നി അംഗത്തിൽ നേടിയ 21,785 വോട്ടാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം. കോൺഗ്രസിലെ പ്രമുഖ നേതാവ് അഡ്വക്കേറ്റ് V ബലറാമിനെയാണ് ബാബു എം പാലുശ്ശേരി അന്ന് തോൽപ്പിച്ചത്. എന്നാൽ 2011-ൽ മണ്ഡല വിഭജനത്തോടെ കുന്നംകുളത്തിന്റെ ഭൂമിശാസ്ത്ര ഘടന തന്നെ മാറി. അവണൂർ, അടാട്ട്, കൈപ്പറമ്പ്, തോളൂർ പഞ്ചായത്തുകൾ വടക്കാഞ്ചേരിയിലേക്കും ചൂണ്ടൽ, കണ്ടാണശ്ശേരി പഞ്ചായത്തുകൾ മണലൂരിലേക്കും മാറി. വടക്കാഞ്ചേരിയിലായിരുന്ന കടങ്ങോട്, എരുമപ്പെട്ടി, വേലൂർ, കാട്ടക്കാമ്പാൽ, കടവല്ലൂർ പഞ്ചായത്തുകൾ കുന്നംകുളത്തിന്റെ ഭാഗമായി മാറി. കുന്നംകുളത്തുനിന്ന് വിട്ടുപോയ പഞ്ചായത്തുകൾ മിക്കതും ഇടതു മേൽക്കൈയുള്ളവയായിരുന്നു. കൂട്ടിച്ചേർത്തതാവട്ടെ ആർക്കും മേൽക്കൈ അവകാശപ്പെടാനില്ലാത്തവയും. CPMലെ ബാബു എം പാലുശ്ശേരി വീണ്ടും പോരിനിറങ്ങി. CMP നേതാവും കുന്നംകുളത്തുകാരനുമായ CP ജോണായിരുന്നു എതിരാളി. കുന്നംകുളം കണ്ട ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ഇത്. ഒടുവിൽ 481 വോട്ടിന് ബാബു എം പാലുശ്ശേരി വിജയിച്ചു. BJPക്ക് സ്ഥായിയായ വളർച്ചയൊന്നും കുന്നംകുളത്തുണ്ടായിരുന്നില്ല. 1987-ൽ BJPയുടെ ആദ്യ അംഗത്തിൽ E രഘുനന്ദൻ 5441 വോട്ട് മാത്രമാണ് നേടിയത്. 2001-ൽ നേടിയതാകട്ടെ 6410 വോട്ടുകളും. പക്ഷേ മണ്ഡല പുനരേകീകരണം നടന്ന 2011-ൽ ഇത് 11,725 ഉയർന്നു. ഇപ്പോൾ BJPയും ഇവിടെ നിർണായക ഘടകമാണ്.
കുന്നംകുളം മണ്ഡലത്തിൻ്റെ പൊതുസ്ഥിതി, വോട്ട് കണക്കുകൾ ഇവ നമുക്കൊന്ന് വളരെ പെട്ടെന്ന് പരിശോധിച്ച് വരാം. കുന്നംകുളം നിയമസഭാ മണ്ഡലം എന്ന് വെച്ചാൽ കുന്നംകുളം നഗരസഭ, ചൊവ്വന്നൂർ, എരുമപ്പെട്ടി, കടങ്ങോട്, കടവല്ലൂർ, കാട്ടകാമ്പാൽ, പോർക്കുളം, വേലൂർ എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് കുന്നംകുളം നിയമസഭാ മണ്ഡലം. ഇതിൽ LDFിൻ്റെ കൈവശമാണ് കുന്നംകുളം നഗരസഭയുടെ ഭരണം. ചൊവ്വന്നൂർ, കടങ്ങോട്, കടവല്ലൂർ, കാട്ടകാമ്പാൽ, പോർക്കുളം, വേലൂർ എന്നീ പഞ്ചായത്തുകൾ LDFിൻ്റെ കൈവശമാണ്. LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ കൂടെയാണ്. UDFിൻ്റെ കൈവശം എരുമപ്പെട്ടി പഞ്ചായത്തിൻ്റെ ഭരണം മാത്രമാണുള്ളത്. ഇത് ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,88,544 വോട്ടർമാരുണ്ട് കുന്നംകുളം നിയമസഭാ മണ്ഡലത്തിലാകെ. അതിൽ 89,761 പേർ പുരുഷന്മാരാണ്. 98,783 സ്ത്രീ വോട്ടർമാരുമാണുള്ളത്. ഈ തവണ ആദ്യമായി വോട്ട് ചെയ്യുന്ന 14,551 വോട്ടർമാർ കൂടെയുണ്ട് മണ്ഡലത്തിൽ. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം ഇങ്ങനെയായിരുന്നു. നമുക്കറിയാം, ബാബു എം പാലുശ്ശേരിയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നത്. CP ജോൺ UDFിന് വേണ്ടി മത്സരിച്ചു. KK അനീഷ് കുമാർ BJP സ്ഥാനാർത്ഥിയായിരുന്നു. ഇതിൽ നമുക്കറിയാം, ബാബു എം പാലുശ്ശേരി വിജയിച്ചു. 481 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 58,244 വോട്ട് അദ്ദേഹം കുന്നംകുളം നിയമസഭാ മണ്ഡലത്തിൽ ആകെ നേടിയിരുന്നു LDFിന് വേണ്ടി. ഇനിയുള്ളത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് കുന്നംകുളം നിയമസഭാ മണ്ഡലം. PK ബിജു LDF സ്ഥാനാർത്ഥി, KA ഷീബ UDF സ്ഥാനാർത്ഥി, ഷാജുമോൻ വട്ടേക്കാട് BJPക്ക് വേണ്ടി മത്സരിച്ചു. ഇങ്ങനെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം. അതിൽ PK ബിജു കുന്നംകുളം നിയമസഭാ മണ്ഡലത്തിൽ എത്ര വോട്ട് നേടിയിട്ടുണ്ട് എന്താണ് നമുക്ക് പരിശോധിക്കേണ്ടത്. 58,079 വോട്ട് PK ബിജു 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളം നിയമസഭാ മണ്ഡലത്തിൽ നേടിയിരുന്നു. അദ്ദേഹത്തിന് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയേക്കാൾ 3,817 വോട്ടുകളുടെ ഭൂരിപക്ഷം ഈ നിയമസഭാ മണ്ഡലത്തിലുണ്ടായിരുന്നു. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് വോട്ട് നിലയിൽ വന്ന വ്യത്യാസമാണ്. ഇത് UDFിൻ്റെ കണക്കാണ്. UDFിന് 40,080 വോട്ടുകളാണ് 2006 ഇവിടെ ഉണ്ടായിരുന്നത് ആകെ. അത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ ഉയർന്നു 57,763 എന്ന നിലയിലെത്തി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ നേരിയ തോതിലുള്ള കുറവ് അവർക്കുണ്ടായിട്ടുണ്ട്. 54,262 വോട്ടുകളാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് ഈ മണ്ഡലത്തിലുള്ളത്. LDFിൻ്റെ കണക്കാണെങ്കിൽ ഇങ്ങനെയാണ്. LDFിന് 61,865 വോട്ടുകൾ 2006 ഉണ്ടായിരുന്നെങ്കിൽ 58,244 2011 കഴിഞ്ഞ തവണ അത് കുറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 58,079 വോട്ടുകളാണ് LDFിന് മണ്ഡലത്തിലുണ്ടായിരുന്നത്. BJP ക്രമാനുഗതമായി വോട്ട് കൂടുതലായി നേടുന്ന ചിത്രമാണ് കുന്നംകുളം മണ്ഡലത്തിൽ നിന്ന് കാണുന്നത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6,647 വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന BJP 11,725 വോട്ടുകൾ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടി. 2014 ഇത് 14,559 വോട്ട് എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇനി നമുക്ക് ഇപ്പോഴത്തെ ചിത്രം പരിശോധിക്കാം. ഇപ്പോൾ ഇവരാണ് മത്സരിക്കുന്നത്. AC മൊയ്തീൻ LDF സ്ഥാനാർത്ഥി, CP ജോൺ UDF സ്ഥാനാർത്ഥി, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ തന്നെ ഇത്തവണയും BJPക്ക് വേണ്ടി NDAക്ക് വേണ്ടി മത്സരിക്കുന്നു. നിലവിലെ MLA ബാബു എം പാലുശ്ശേരിയെ മാറ്റി CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ കുന്നംകുളത്ത് മത്സരിക്കുവാനിറങ്ങുമ്പോൾ പാർട്ടി ലക്ഷ്യം വെക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. പ്രാദേശിക വിഭാഗീയത അവസാനിപ്പിച്ച് പാർട്ടി പ്രവർത്തനം ഏകോപിപ്പിക്കുക, കുന്നംകുളം മണ്ഡലം നിലനിർത്തുക. CP ജോണിനും വിജയത്തിൽ കുറഞ്ഞ മറ്റൊരു ലക്ഷ്യമില്ല. SNDPക്ക് ഏറെ സ്വാധീനമുള്ള കുന്നംകുളത്ത് BJP നേടുന്ന വോട്ടുകളും നിർണായകമാകും. വിജയിക്കുമെന്ന അവകാശവാദത്തിലാണ് ഇവിടെ 3 സ്ഥാനാർത്ഥികളും. ഇതിന് ഓരോരുത്തർക്കും കൃത്യമായ കാരണങ്ങളുമുണ്ട്. ഇക്കുറി ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. കാരണം ഒന്ന്, വളരെ ചെറിയ മാർജിനാണ് ഞങ്ങൾ തോറ്റത്. അതുപോലെ തന്നെ 2 ജില്ലാ പഞ്ചായത്തുകളിലും ഇവിടെ ജയിച്ചു. 2 ജില്ലാ പഞ്ചായത്താണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലും ഞങ്ങളുടെ പെർഫോമൻസ് താരതമ്യേന വളരെ ഭേദമായിരുന്നു. ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും നല്ല പെർഫോമൻസ് ആയിരുന്നു. കേരളത്തിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ് കുന്നംകുളം. വലിയ വിജയപ്രതീക്ഷ ഞങ്ങളിവിടെ വെച്ച് പുലർത്തുന്നുണ്ട്. അത് വസ്തുനിഷ്ഠമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് കുന്നംകുളം നിയമസഭാ മണ്ഡലത്തിൽ 25,000-ലധികം വോട്ടുകൾ താമര ചിഹ്നത്തിൽ ശേഖരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കൂടാതെ BJP പിന്തുണച്ച സ്വതന്ത്രന്മാർ 3,000-ലധികം വോട്ടുകൾ ഈ മണ്ഡലത്തിൽ നേടിയിട്ടുണ്ട്.
അങ്ങനെ വരുന്ന സമയത്ത് 28,000-ലധികം വോട്ടുകൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് സ്വന്തമായിട്ട് ലഭിച്ചു. ഇത് കൂടാതെ 4,000-ലധികം പുതിയ വോട്ടർമാരെ ചേർക്കാൻ BJPക്ക് ഈ മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട്. 32,000 വോട്ടുകൾ അത് BJPക്ക് ഈ മണ്ഡലത്തിൽ നിലവിലുള്ള വോട്ടുകളാണ്. ഇത് കൂടാതെ BDS-ന് വളരെ ശക്തിയുള്ള മണ്ഡലമാണ് കുന്നംകുളം. അവർക്ക് ഏറ്റവും കുറവ് 15,000-ഓളം മെമ്പർമാർ ഈ മണ്ഡലത്തിലുണ്ട്. അങ്ങനെ ആ വോട്ടുകൾ കൂടി ചേരുന്ന സമയത്ത് ഒരു ത്രികോണ മത്സരത്തിൽ ജയിക്കാൻ പര്യാപ്തമായിട്ടുള്ള 45,000 വോട്ട് അത് ഈ മണ്ഡലത്തിൽ നിഷ്പ്രയാസം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. 159 ബൂത്തുകളിലും ഞാൻ പോയി പ്രധാനപ്പെട്ട എല്ലാ ഇവിടുത്തെ ആളുകളെയും കാണുകയുണ്ടായി. സ്വാഭാവികമായും കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അത് ജനമനസ്സുകളിൽ വലിയ UDF-നെതിരായ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ RSSൻ്റെ ഇടപെടൽ, ഹിന്ദുവർഗീയ ശക്തികളുടെ ഇടപെടൽ, അത് മനുഷ്യജീവിതത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഭീതി പരന്നിട്ടുണ്ട്. അവരാഗ്രഹിക്കുന്നത് ഇടതുപക്ഷം വിശ്വസിക്കാവുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ്. സുരക്ഷിതമായി കേരളത്തിലെ ജീവിതം സാധ്യമാകണമെങ്കിൽ ഇടതുപക്ഷം വരണം എന്നാഗ്രഹിക്കുന്നു. പൊതുവിൽ ഒരു മതനിരപേക്ഷ ഇടതുപക്ഷ മനസ്സുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കുന്നംകുളം. ആ കാര്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും കുന്നംകുളത്ത് കഴിഞ്ഞ കാലത്ത് നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ബാബു പാലിശ്ശേരി MLA നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഏറെ ജനങ്ങൾ സംതൃപ്തിയോടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറെ അനുകൂലമായൊരു സാഹചര്യം കുന്നംകുളത്ത് രൂപപ്പെട്ടു വരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM-ലെ പ്രാദേശിക വിഭാഗീയതയും CMPക്ക് തീരെ സ്വാധീനമില്ലാത്ത മണ്ഡലം വീണ്ടും CP ജോണിന് കൊടുത്തതും ഇരു മുന്നണികളിലുമുണ്ടാക്കിയ അസ്വസ്ഥത ഇനിയും അടങ്ങിയിട്ടില്ല. CMPയിലുണ്ടായ എല്ലാ പ്രതിസന്ധികളെയും അവഗണിച്ചും CP ജോൺ തങ്ങളുടെ നിയമസഭാ സാമാജിക പട്ടികയിൽ ഉണ്ടാവണം എന്ന നിർബന്ധത്തോടു കൂടി തന്നെയാണ് CP ജോണിനെ അദ്ദേഹത്തിൻ്റെ പഴയ തട്ടകത്ത് വീണ്ടും മത്സരിക്കാൻ UDF രംഗത്തിറങ്ങിയിട്ടുള്ളത്. അതേസമയം 5 കൊല്ലത്തെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളാണ് LDF-ന് ആ മണ്ഡലത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അവർ ആ സ്ഥാനാർത്ഥിയെ അവിടെ നിന്ന് പിൻവലിക്കുകയും എന്നാൽ കുന്നംകുളം യാതൊരു നിലയ്ക്കും പ്രതിയോഗിക്ക് വിട്ടുകൊടുക്കില്ല എന്നും പ്രത്യേകിച്ച് തങ്ങളുടെ ആജന്മശത്രുവായ CMP നേതാവിനെ പച്ച തൊടുവിക്കില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയായ AC മൊയ്തീനെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AC മൊയ്തീനെ അദ്ദേഹത്തിന് പ്രയോറിറ്റിയുള്ള മറ്റ് മണ്ഡലങ്ങളുണ്ടായിരുന്നിട്ട് കൂടി അവിടെയൊന്നും മത്സരിക്കാൻ അനുവദിക്കാതെ കുന്നംകുളത്ത് വന്ന് മത്സരിപ്പിക്കുന്നത് തീർച്ചയായും കുന്നംകുളം നിലനിർത്തണം എന്ന വാശിയോടെയാണ്. മുഴുവൻ പഞ്ചായത്തുകളും SNDPക്ക് ശാഖകളുണ്ടെങ്കിലും അണികളെ രാഷ്ട്രീയമായി BJP പക്ഷത്തേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇരു മുന്നണികളുടെയും വാദം. BJPക്ക് വോട്ട് കുറഞ്ഞ മണ്ഡലം ഇത്. കഴിഞ്ഞ പ്രാവശ്യം 12,000-ന് താഴെ വോട്ടേ ഉള്ളൂ. 16,000 വോട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. SNDP BDJS എന്ന് പറയുന്ന സംഘടന ഇതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. പക്ഷേ വളരെ ഗണ്യമായിട്ടുള്ളൊരു വോട്ട് അവർ പിടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വലിയ ഹൈ വോൾട്ടേജ് പ്രചരണം അവർ നടത്തുന്നുണ്ട്. കാരണം ഇവിടുത്തെ ആളുകൾ വളരെ സെക്കുലർ ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്നല്ലാതെ കമ്മ്യൂണലായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ കുന്നംകുളത്ത് അധികം ചിലവാവില്ല. SNDPയുടെ വോട്ടുകൾ ലഭ്യമാകുമെന്നുള്ള വിശ്വാസത്തിലാണ് BJP. എന്നാൽ CPM പറയുന്നത് SNDPയുടെ ഒട്ടും വോട്ടുകൾ കുറയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് CPM-നുള്ളത്. മാർത്തോമ സഭയുടെ നിലപാടും ഇവിടെ നിർണായകമാണ്. കുന്നംകുളം മണ്ഡലത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ളത് ഓർത്തഡോക്സ് വിഭാഗമാണ്. ഓർത്തഡോക്സ് സഭ കഴിഞ്ഞ തവണയും ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു. ഇടതുപക്ഷത്തിനാണ് വ്യക്തതയില്ലെങ്കിൽ പോലും ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു നിലപാട് തന്നെയാണ് ഓർത്തഡോക്സ് സഭ ചെയ്തിട്ടുള്ളത്. വ്യാപാരികൾ, കർഷകർ, പ്രവാസികൾ, പുതിയ വോട്ടർമാർ ഇവരെല്ലാം എങ്ങനെ ചിന്തിക്കുന്നു എന്നതായിരിക്കും കുന്നംകുളത്ത് വിധി നിശ്ചയിക്കുക. നഗരവികസനം, കുന്നംകുളം താലൂക്ക് രൂപീകരണം, തൃശൂർ പൊന്നാനി കോൾ മേഖലയിലെ കാർഷിക വികസനം, ഇതൊക്കെയാണ് മുഴുവൻ മുന്നണികളുടെയും വാഗ്ദാനങ്ങൾ. കുന്നംകുളക്കാർക്ക് മുന്നിലുള്ളത് തുല്യശക്തികളായ സ്ഥാനാർത്ഥികളാണ്. ആരെങ്കിലും തള്ളാനും കൊള്ളാനുമുള്ള കാരണങ്ങളും സമാസമമാണ്. ഇന്നത്തെ പവർ പ്ലേ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.